കറുപ്പുമുളപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ചുമതല ഏൽക്കുന്നതിന്റെ ലൈവ് ഉൾപ്പെടെ നമ്മൾ കറുപ്പുമുളപ്പൻ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി നമ്മളത് 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ പറ്റി ഓരോ വീഡിയോയിലും നമ്മൾ പറഞ്ഞ് അടുത്ത കാര്യം എന്താണ് നടക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് നിന്ന് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഗവർണർമാരുടെ അത്താഴ വിരുന്ന് തടയിടുക എന്നുള്ളതായിരുന്നു. അത് ആദ്യം ബ്രേക്ക് ചെയ്തത് കറുപ്പുമുളപ്പായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് വിഴിഞ്ഞം പദ്ധതിയിൽ സ്റ്റേജിൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അദ്ദേഹം കയറിപ്പറ്റി. അന്നും നമ്മൾ പറഞ്ഞു സ്റ്റേജിൽ കയറി ഇനി എന്ത്. സ്റ്റേജിൽ കയറി മരുമകൻ ആവശ്യത്തിന് കൊടുത്തു എന്ന് കഴിഞ്ഞാൽ റിയാസ് എന്ന് പറഞ്ഞ ആൾ ഇത്രയും ദിവസം കിട്ടാത്ത കാര്യം ഇത്രയും കാലം പുള്ളിക്കാരെ കൊടുത്തിട്ടേ ഉള്ളൂ. ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് ഇപ്പോഴാണ്. അത് അന്നേ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞു, ഇത് രാജീവ് ചന്ദ്രശേഖറാണ് സംസ്ഥാന പ്രസിഡന്റ്. കളിക്കളം മാറി, കളിക്കാരും മാറി. ഇനി കളി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ദിവസം തന്നെ മരുമകന് ആവശ്യത്തിന് കിട്ടി. വേണമെങ്കിൽ ഡോക്ടറെ പോയി കണ്ടോളാനുള്ള ഉപദേശം വരെ കൊടുത്തു. കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യത്തിൽ ഇടമുറ തമ്പുരാന് ആവശ്യത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്തെന്താവും എന്നുള്ള ഒരു ആകാംക്ഷയിൽ നമ്മളിരിക്കുന്നു. ഇപ്പോൾ രാത്രി സ്വന്തം അമ്മയ്ക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് 11:30 ശ്രീ ഷാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു. വീട് പറഞ്ഞ് പണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുന്ന മാതിരിയോ അല്ലെങ്കിൽ PC ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന മാതിരിയോ ഇവരെയൊക്കെ പോലുള്ള ആൾക്കാർ എപ്പോഴും നമുക്ക് മീഡിയയിൽ മാധ്യമത്തിലും പൊതുജനങ്ങൾക്കിടയിലും അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെയൊക്കെ രാത്രി തെരഞ്ഞു പിടിച്ചിട്ട് വീട് വളഞ്ഞ് പിടിച്ചുകൊണ്ട് പോകേണ്ട രഹസ്യമൊന്നും ഇതിനകത്തില്ല. ഇതൊക്കെ ഒരു മാധ്യമത്തിലെ ഷോ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കാം, വാറണ്ട് ഉണ്ടായിരിക്കാം, അറസ്റ്റ് ചെയ്യുന്നതിനകത്തൊന്നും കുഴപ്പമൊന്നുമില്ല. അതൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അറസ്റ്റ് ചെയ്യണം, അന്വേഷിക്കേണ്ട കേസാണെങ്കിൽ അന്വേഷിക്കണം. ആരും സ്ത്രീത്വത്തെ അവമാനിക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് യോജിപ്പില്ല. നിയമ നടപടികളെല്ലാം സുതാര്യമായിട്ട് തന്നെ ചെയ്യണം. പക്ഷെ അതിനെ രാത്രി 11:30 കണ്ടുപിടിച്ചിട്ട് ഉടുപ്പ് പോലും ഇടാതെ ഒരു മനുഷ്യനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അടുത്ത ഇലക്ഷന് പുള്ളിക്കാരൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞാൽ ഈ ഷർട്ട് ഇടാത്ത പോലീസ് കസ്റ്റഡിയിലുള്ള ഫോട്ടോ മാത്രം കാണിച്ചിട്ട് പുള്ളിക്കാരൻ 1,00,000 വോട്ട് തിരുവനന്തപുരത്ത് മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത്രയ്ക്ക് നികൃഷ്ടമായ ഒരു ഫോട്ടോ ആണ് ആ മീഡിയയിൽ വരാൻ സാധിച്ചത്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. ഒരു വനിതാ മജിസ്ട്രേറ്റിന്റെ മുമ്പ് രാത്രി അർത്ഥനഗ്നനായിട്ട് ഒരാളെ ഹാജരാക്കി ജാമ്യം കസ്റ്റഡിയിൽ ചോദിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അത് എൻ്റെ അഭിപ്രായമല്ല. ഇത് പറഞ്ഞിരിക്കുന്നത് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തന്നെയാണ്. മാധ്യമപ്രവർത്തകൻ ഷാജൻ സക്കറിയെ അർദ്ധരാത്രിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം ഭരണഘടനാ അവകാശങ്ങളോടുള്ള ലംഘനമാണ്. വസ്ത്രം പോലും ധരിക്കാൻ സമയം കൊടുക്കാതെ വൈകിയ സമയത്ത് അറസ്റ്റ് ചെയ്ത കേരള പോലീസിന്റെ നടപടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തോട് ഉള്ള അസഹിഷ്ണുതയുടെ കൂടി തെളിവാണ്. ഭരണഘടനാ അവകാശങ്ങളെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാചാലമായി സംസാരിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ പാർട്ടിക്കാരെ ആർട്ടിക്കിൾ 90 നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഈ അവകാശങ്ങളെല്ലാം നഗ്നമായി ലംഘിക്കപ്പെടുന്നത്. പിണറായി സർക്കാരിന്റെ ഇത്തരം ഏകാധിപത്യപരമായ നടപടികളെ BJP ഒരിക്കലും അംഗീകരിക്കില്ല. ഷാജൻ സക്കറിയ മാത്രമല്ല, ഓരോ മലയാളിയുടെയും ഭരണഘടനാവകാശങ്ങളെ ലംഘിക്കുന്ന നടപടികൾ BJP വച്ചുകുറിപ്പിക്കുന്നില്ല. ഇതാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നൽകിയിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ്. വളരെ സ്റ്റഡി ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. വെറുതെ ശ്രീ ശശി തരൂരിന്റെ മാതിരി ഏതെങ്കിലും ഒരു രാജ്യത്തിരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക മാത്രമല്ല, ഷാജൻ സ്കറിയെ വിളിച്ച് നേരിട്ട് ആശ്വസിപ്പിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്യുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. ഞാൻ പറഞ്ഞു വന്നത്, കളിയും കളിക്കളവും ഒക്കെ മാറി, സാഹചര്യങ്ങൾ മാറി, മൺസൂൺ വരുന്നു. അതുകൊണ്ട് ഇനിയുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇന്നിങ്സ് വളരെ സംഭവബഹുലമായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. നന്ദി, നമസ്കാരം.